ദീപകം ഹൃദയോദ്ദീപകം ജീവദായകം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഡിവൈൻ വോയിസ് വചന ശുശ്രൂഷയിലേക്ക് ഗുഡ്നസ് ടിവിയുടെ എല്ലാ മാന്യപ്രേക്ഷകരെയും ഹൃദ്യമായി സ്വാഗതം ആശംസിക്കുന്നു. വിശുദ്ധ പൗലോസ്ലീഹ എഫെസസുകാർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 21-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട്: ക്രിസ്തുവിനോടുള്ള ബഹുമാനത്തെ പ്രതി നിങ്ങൾ പരസ്പരം വിധേയരായിരിക്കുവിനെന്ന്. വീണ്ടും 5-ാം അധ്യായം 25-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട്: ഭർത്താക്കന്മാരെ ക്രിസ്തു സഭയെ സ്നേഹിക്കുകയും അവളെ വിശുദ്ധീകരിക്കുവാൻ വേണ്ടി തന്നെ തന്നെ സമർപ്പിക്കുകയും ചെയ്തുപോലെ നിങ്ങൾ ഭാര്യമാരെ സ്നേഹിക്കണം. അവൻ സഭയെ വിശുദ്ധീകരിക്കുന്നതിന് ജലം കൊണ്ട് കഴുകി വചനത്താൽ വെണ്മയുള്ളതാക്കി. ഇത് അവളെ കറയോ ചുളുവോ മറ്റു കുറവുകളോ ഇല്ലാതെ മഹത്വപൂർണനായി തനിക്ക് തന്നെ പ്രതിഷ്ഠിക്കുന്നതിനും അവൾ കളങ്കരഹിതയും പരിശുദ്ധിയുമായിരിക്കുന്നതിനു വേണ്ടിയാണ്. അതെ, കുടുംബജീവിതത്തിൽ ഭാര്യാഭർത്തൃ ബന്ധങ്ങളെക്കുറിച്ച് അവരെപ്രകാരമാണ് പരസ്പരം ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ആദരിക്കുകയും ചെയ്യേണ്ടതെന്ന് എഫേസസ് ലേഖനത്തിൽ വളരെ വ്യക്തമായിട്ട് പൗലോസ്ലീഹ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇന്ന് കുടുംബജീവിതത്തിൽ ഏറ്റവും വലിയ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഡിവോഴ്സുകൾ നടക്കുന്നത് പലപ്പോഴും പരസ്പരമുള്ള ബഹുമാനവും ആദരവും ഇല്ലാത്തതുകൊണ്ടാണ്. ഒരു ഭർത്താവ് തൻ്റെ ഭാര്യയെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുമ്പോഴാണ് ആ കുടുംബത്തിൽ മാതാപിതാക്കളെ മക്കൾ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നത്. പലപ്പോഴും ഭർത്താക്കന്മാർ ചിന്തിക്കും, ഞാൻ മൂത്തതാണ്, അല്ലെങ്കിൽ ഞാൻ ഭർത്താവാണ്, ഞാൻ കുടുംബനാഥനാണ്, എന്നെ എല്ലാവരും ബഹുമാനിക്കണം, സ്നേഹിക്കണമെന്ന്. ഭാര്യയ്ക്ക് യാതൊരു വിലയും കൊടുക്കാതെ, സ്നേഹിക്കാതെ, ബഹുമാനിക്കാതെ മക്കളുടെ മുമ്പിലിട്ട് അവരെ ചീത്ത പറയുകയും മോശമായിട്ട് അവരോട് പെരുമാറുകയും ചെയ്യുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങളുടെ ആദരവും ബഹുമാനവുമാണ് നഷ്ടപ്പെടുന്നത് എന്ന്. കുടുംബജീവിതമായാൽ അത് ഭാര്യ ഭർത്ത സ്നേഹത്തിൻ്റെ കൂട്ടായ്മയാണ്. നിങ്ങൾ തമ്മിൽ പരസ്പരം സ്നേഹവും ബഹുമാനവും ആദരവും ഉണ്ടെങ്കിൽ മാത്രമേ മക്കൾക്കും നല്ലൊരു കുടുംബജീവിതം നയിക്കുവാനായിട്ട് സാധിക്കത്തുള്ളൂ. ഇന്ന് പല യുവതിയുവാക്കളോടും വിവാഹം കഴിക്കാതെ പ്രായമായി ഇവരിങ്ങനെ വിവാഹ ജീവിതം വേണ്ട എന്ന് പറയുന്ന കുട്ടികളാണ് കൂടുതലും. എന്തുകൊണ്ടാണെന്ന് ചോദിക്കുമ്പോൾ അവർ പറയുന്നത്, ഞങ്ങൾക്ക് ഒരു ഉദാഹരണമായിട്ട് നല്ലൊരു കുടുംബ ബന്ധം ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. എൻ്റെ അപ്പൻ്റെയും അമ്മയുടെയും ജീവിതം നോക്കിയിട്ട് എനിക്കൊരു വിവാഹ ജീവിതം നയിക്കാനായിട്ട് എനിക്ക് സാധിക്കുന്നില്ല. ഇന്ന് പലരുടെയും ജീവിത ബന്ധം നോക്കിയിട്ട് വിശ്വസിച്ചിട്ട് എങ്ങനെയാ സിസ്റ്ററെ കുടുംബജീവിതത്തിലേക്ക്, വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കാനായിട്ട് സാധിക്കുന്നത്? എൻ്റെ അമ്മയ്ക്ക് പറ്റിയതുപോലെ, അല്ലെങ്കിൽ എൻ്റെ സഹോദരിക്ക് പറ്റിയതുപോലെ, എൻ്റെ മറ്റു കൂട്ടുകാർക്ക് സംഭവിച്ചതുപോലെ എനിക്കും സംഭവിക്കാൻ സാധ്യതയുള്ളത് കൊണ്ട് എനിക്ക് പേടിയാണ് എന്ന്. കഴിഞ്ഞ ദിവസം ഞാനൊരു കൊച്ചുമായിട്ട് സംസാരിച്ചപ്പോൾ ആ പെൺകുട്ടിയോട് വിവാഹ ജീവിതത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ തന്നെ ആ കൊച്ചു പേടിച്ചിട്ടിങ്ങനെ വിറയ്ക്കുകയാണ്. അപ്പം ഞാൻ ചോദിച്ചു, മോളെ എന്താ ഇത്രമാത്രം വിവാഹ ജീവിതത്തെക്കുറിച്ച് പറയുമ്പോൾ തന്നെ അത് വേണ്ട എന്ന് പറയാൻ കാരണം എന്താ? അപ്പോൾ പറയുകയാണ്, എൻ്റെ അമ്മ എന്തിനാണ് വിവാഹം കഴിച്ചതെന്ന് ഞാൻ പലപ്പോഴും എൻ്റെ അമ്മയോട് ചോദിച്ചിട്ടുണ്ട്. അമ്മയുടെ സഹനങ്ങൾ കണ്ടിട്ട്, വേദനകൾ കണ്ടിട്ട്, അപ്പനിൽ നിന്ന് അമ്മ അനുഭവിച്ച സഹനങ്ങൾ കണ്ടിട്ട് എനിക്ക് കുടുംബജീവിതം എന്ന് പറയുമ്പോഴേ പേടിയാണ് എന്ന്. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഇത് നമ്മൾ ആരുടെയും കുടുംബജീവിതം നോക്കിയിട്ടോ അല്ലെങ്കിൽ ആരുടെയും മോഡൽ നോക്കിയിട്ടോ സ്വീകരിക്കേണ്ട ഒന്നല്ല. കുടുംബജീവിതം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ തിരുഹിതം ഭൂമിയിൽ നിറവേറ്റുന്നതാണ് കുടുംബജീവിതം. ആ ദൈവത്തിൻ്റെ തിരുഹിതമാണ്, നമ്മുടെ ഓരോരുത്തരെ കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതിയാണ്. സ്നേഹത്തോടുകൂടി നിങ്ങൾ പരസ്പരം സ്നേഹിച്ച്
കുഞ്ഞുങ്ങൾക്ക് ജന്മം കൊടുത്ത് അടുത്ത തലമുറയെ വളർത്തുക എന്നതാണ് നമ്മളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതി. മനുഷ്യൻ ഏകനായിരിക്കുന്നു കണ്ടപ്പോഴാണ് അവന് ചേർന്ന ഒരു ഇണയെ ദൈവം കൊടുത്തത്. പ്രിയപ്പെട്ടവരെ, ഇതുപോലെ നമ്മുടെ ഓരോരുത്തരുടെയും വ്യക്തി ജീവിതത്തിൽ നമ്മളെക്കുറിച്ച് ദൈവത്തിനൊരു പ്ലാനും പദ്ധതിയുമുണ്ട്. അവൻ ഏകനായിരിക്കാൻ ഈ ദൈവം ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. അവനൊരു കൂട്ടുവേണം, അവന് ചേർന്ന് സ്നേഹിക്കാൻ, അവന് വളർത്തുവാൻ മക്കള് വേണം എന്നൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ദൈവം തന്നെ നേരിട്ട് സ്ഥാപിച്ച ഒരു കൂദാശയാണ് വിവാഹമെന്ന കൂദാശ. മറ്റുള്ള കൂദാശകളൊക്കെ പിന്നീട് യേശുവിനാൽ സ്ഥാപിക്കപ്പെട്ടതാണ്. എന്നാൽ ദൈവം സ്ഥാപിച്ച ഒരേ ഒരു കൂദാശയാണ് വിവാഹ ജീവിതം. ഈ വിവാഹ ജീവിതത്തിൻ്റെ പവിത്രത എന്ന് പറയുന്നത്, വിവാഹ ജീവിതത്തിൻ്റെ വിശുദ്ധി എന്ന് പറയുന്നത്, ആ വിവാഹ ജീവിതം ഒരു രഹസ്യമാണ്. ആ രഹസ്യം, ആ ശക്തി സ്വീകരിച്ചുകൊണ്ട് വിശുദ്ധ കുർബാനയുടെ സമയത്താണ്, വിശുദ്ധ കുർബാനയിൽ കൂടിയാണ് ഈ വിവാഹം എന്ന കൂദാശ പരികർമ്മം ചെയ്യുന്നത്. അതിൽ തന്നെ വിവാഹം 2 കൂദാശകൾ ഒന്നിച്ച് പരികർമ്മം ചെയ്യുന്ന ഒരു കൂദാശയാണ് കുടുംബജീവിതം. ഇതുപോലെ കുടുംബജീവിതത്തിൽ നമുക്ക് വിശുദ്ധി കാത്തു സൂക്ഷിക്കുവാൻ സാധിക്കണമെങ്കിൽ, കുടുംബജീവിതത്തിൽ ദൈവം അനുവദിക്കുന്ന സഹനങ്ങളെയും വേദനകളെയും വിശുദ്ധീകരിക്കുവാനായിട്ട് ഒരു മനുഷ്യന് സാധിക്കണമെങ്കിൽ ദിവ്യകാരുണ്യത്തിൽ നിന്ന് ശക്തി സ്വീകരിക്കണം. പൗലോസ്ലീഹ നമ്മോട് പറയുന്നത് പോലെ തന്നെ, നിന്റെ ജീവിത പങ്കാളിക്ക് എന്തെങ്കിലും കുറവുകളോ പോരായ്മകളോ ഉണ്ടെങ്കിൽ അത് പരിഹരിച്ച് വിശുദ്ധീകരിച്ച് പരിശുദ്ധീകരിച്ചെടുക്കേണ്ടത് മറ്റു ജീവിത പങ്കാളിയുടെ കടമയാണ്, ഉത്തരവാദിത്തമാണ്. അത് 4 ആളുടെ മുമ്പിൽ, അല്ലെങ്കിൽ മാതാപിതാക്കളുടെ മുമ്പിൽ, സഹോദരരുടെ മുമ്പിൽ പരസ്യപ്പെടുത്താതെ അത് രഹസ്യമായിട്ട് പരികർമ്മം ചെയ്യേണ്ട ഒന്നാണ് കുടുംബജീവിതത്തിലെ പരസ്പരമുള്ള ബലഹീനതകൾ, കുറവുകൾ. പലപ്പോഴും ദൈവം കുടുംബത്തിൽ ജീവിത പങ്കാളിയെ തമ്മിൽ യോജിപ്പിക്കുമ്പോൾ ഒരാൾക്കുള്ള കുറവ് മറ്റേയാൾക്ക് കൂടുതലായിരിക്കും. ഒരാൾ നല്ല ഉത്തരവാദിത്വവും നല്ല കഴിവൊക്കെയുള്ള ഒരു വ്യക്തിയാണെങ്കിൽ, ഭർത്താവാണ് എല്ലാ കാര്യങ്ങളും ഭംഗിയായി ചെയ്യുന്നതെങ്കിൽ ഭാര്യയ്ക്ക് അല്പം കുറവുകളുണ്ടാകും. ഭർത്താവ് നല്ലൊരു വിശ്വാസിയാണെങ്കിൽ ചിലപ്പോൾ ഭാര്യ അല്പവിശ്വാസിയായിരിക്കും. അല്ലെങ്കിൽ ഭാര്യ നല്ലൊരു ദൈവവിശ്വാസിയുള്ളതാണെങ്കിൽ ഭർത്താവിന് അല്പം കുറവുണ്ടായിരിക്കും. ചിലപ്പോൾ ഉത്തരവാദിത്വം ഭാര്യയ്ക്കായിരിക്കും, ഭർത്താവിന് ഒരു ഉത്തരവാദിത്വം കാണത്തില്ല. ദൈവം ഇതെല്ലാം കണ്ടറിഞ്ഞ് ഒരാളുടെ കുറവുകൾ മറ്റേയാൾ ബാലൻസ് ചെയ്യണം. ഒരിക്കലും ഒരേപോലെ ആയിരിക്കരുത് കുടുംബജീവിതമെന്ന് ദൈവം ആഗ്രഹിക്കുന്നതിൻ്റെ കാരണം, അവിടെ പരസ്പരം സഹായവും പരസ്പരം പങ്കുവെക്കലും പരസ്പരം സ്നേഹവും ഒരാൾ മറ്റേയാളെ ആശ്രയിച്ച് ജീവിക്കണമെന്നതുകൊണ്ട് തന്നെയാണ്. ചിലർ പറയാറുണ്ട്, സിസ്റ്ററെ, എൻ്റെ ഭാര്യയ്ക്ക് ഒരടുക്കും വൃത്തിയും വെടിപ്പും ഒന്നുമില്ല, എത്ര പറഞ്ഞാലും അനുസരിക്കത്തില്ല. ചിലപ്പോൾ ഭാര്യമാർ ഭർത്താക്കന്മാരെ കുറിച്ച് പറയും, ഒരു ഉത്തരവാദിത്തമില്ല, ഒരു കാര്യം ശ്രദ്ധിക്കത്തില്ല, എല്ലാം ധാരാളിത്തമാണ്. ഇങ്ങനെ പല കുറ്റങ്ങളും പരസ്പരം പറയാറുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത്, ഭാര്യ ഭർത്താവിൻ്റെയും ഭർത്താവ് ഭാര്യയുടെയും കുറ്റം പറഞ്ഞുകൊണ്ട് പരസ്പരം കലഹിച്ചും ഭിന്നിച്ചും കഴിയാനുള്ളതല്ല കുടുംബജീവിതം. കുടുംബജീവിതത്തിൽ ഒരാളുടെ കുറവ് വേറൊരാൾ അറിയാതെ അത് പരിഹരിക്കുമ്പോഴാണ് അവിടെ കുടുംബജീവിതത്തിൻ്റെ വിശുദ്ധി കടന്നു വരുന്നത്. ഒരിക്കലും മക്കളുടെ മുമ്പിൽ ഭാര്യ ഭർത്താക്കന്മാർ അവരുടെ കുറവുകൾ പറഞ്ഞ് കളിയാക്കരുത്. കുറ്റങ്ങളും കുറവുകളും എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തമ്മിൽ പരസ്പരം രഹസ്യമായിട്ട് അത് തിരുത്തുവാൻ തയ്യാറാകണം, മാപ്പ് ചോദിക്കാൻ തയ്യാറാകണം. കലഹങ്ങളോ ഭിന്നതകളോ ഒക്കെ ഉണ്ടാകാം, പക്ഷേ അതിൻ്റെ പിന്നിൽ മക്കളിതെല്ലാം ശ്രദ്ധിക്കുന്നുണ്ടാകും. അപ്പം അതിൻ്റെ പിന്നിൽ അത് കഴിയുമ്പോൾ നിങ്ങൾ രമ്യതയിലാകുന്നതും നീണ്ടുപോകാതെ പരിഹരിക്കുന്നതൊക്കെ കാണുമ്പോഴാണ് കുഞ്ഞുങ്ങൾക്ക് നല്ല മാതൃക, അത് കുടുംബജീവിതത്തിൽ എങ്ങനെയാണ് ജീവിക്കേണ്ടതെന്നൊക്കെ അവർ പഠിക്കുന്നതും സ്വന്തമാക്കുന്നതും മനസ്സിലാക്കുന്നതും തങ്ങളുടെ സ്വന്തം മാതാപിതാക്കളിൽ കൂടിയാണ്. അതുപോലെ തന്നെ പൗരോഹിത്യ ജീവിതമായാലും സന്യാസ ജീവിതമായാലും കുടുംബജീവിതമായാലും അവരുടെ ജീവിതം ആരംഭിക്കേണ്ടത് വിശുദ്ധ ബലിയിൽ നിന്നായിരിക്കണം.
വിശുദ്ധ കുർബാനയുടെ ശക്തി സ്വീകരിച്ചുകൊണ്ടായിരിക്കണം. യേശുവിൻ്റെ ശരീരവും രക്തവും സ്വീകരിച്ചുകൊണ്ട് കുടുംബജീവിതം നയിക്കുന്ന കുടുംബങ്ങളൊക്കെ അനുഗ്രഹിക്കപ്പെടും. അവിടെ വിശുദ്ധീകരണവും ആ കുടുംബജീവിതത്തിൻ്റെ രഹസ്യവും സഹനവും ഒക്കെ സ്വീകരിക്കുവാനുള്ള ശക്തി അവർക്ക് ലഭിക്കും. ഞാൻ ഓർക്കുകയാണ് ഒരു കഥ. യേശുപിതാവും മാതാവും ഉണ്ണീശോയും കൂടി ജെറുസലേം ദേവാലയത്തിലേക്ക് പോകുന്ന വഴിക്ക് യേശുപിതാവിനും തിരിച്ചു വരുമ്പോൾ, തിരുനാളൊക്കെ കഴിഞ്ഞ് അവർ തിരിച്ചു വരുന്ന വഴിക്ക് ഈശോയെ കാണുന്നില്ല. ഈശോയെ കാണുന്നില്ല എന്ന് രണ്ടുപേരും, യേശുപിതാവും മാതാവും രണ്ട് ഗ്രൂപ്പിൻ്റെ കൂടെ വന്നത്. ഒരാളോർത്തു അടുത്തയാളുടെ കൂടെ ഉണ്ടാകുമെന്ന്, മറ്റേയാളോർത്ത് അടുത്തയാളുടെ കൂടെ ഉണ്ടാകുമെന്ന് കരുതി. പരസ്പരം രണ്ടുപേരും കണ്ടുമുട്ടി കഴിഞ്ഞപ്പോഴാണ് രണ്ടുപേരുടെയും കൂടെ ഈശോ ഇല്ല എന്ന് മനസ്സിലാക്കുന്നത്. പിന്നെ രണ്ടുപേരും എവിടെ വെച്ചാണോ തൻ്റെ മകനെ നഷ്ടപ്പെട്ടത് അവിടേക്ക് വീണ്ടും ദീർഘദൂരം യാത്ര ചെയ്തു പോവുകയാണ്. പോകുന്ന വഴിക്ക് ഇവർ ഒറ്റയ്ക്ക് പോയപ്പോൾ, മറ്റത് ഗ്രൂപ്പായിട്ട് പോയപ്പോൾ അവർക്ക് വഴി തെറ്റിയില്ല. ഒറ്റയ്ക്ക് പോയപ്പോൾ ഇവരുടെ വഴി തെറ്റി. അങ്ങനെ യേശുപിതാവ് പോകുന്ന വഴിക്ക് ഒരു യുവാവ് കടന്നു വരുന്ന കണ്ടപ്പോൾ അദ്ദേഹത്തോട് ചോദിച്ചു, മോനെ, ജെറുസലേമിലേക്കുള്ള വഴി എങ്ങനെയാണ്, എതിലെയാണ് പോകേണ്ടതെന്ന് ഒന്ന് പറഞ്ഞു തരാമോ എന്ന്. ഈ പ്രായമായ അപ്പച്ചൻ ഈ മകനോട് വളരെ സ്നേഹത്തോടെ എളിമയോടുകൂടി ചോദിച്ചപ്പോൾ ഈ യുവാവ് പൊട്ടിത്തെറിച്ചുകൊണ്ട്, എനിക്കെങ്ങും അറിയാൻ മേല, താങ്കൾ ചോദിക്കുന്ന വഴി വേറെ എല്ലാവരോടും പോയി ചോദിക്കുക എന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെയോ വായി വന്നതൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെട്ടുകൊണ്ട് ആ യുവാവ് മുന്നോട്ട് പോയി. യേശുപിതാവ് ഒന്നും മിണ്ടിയില്ല. പിന്നീട് മുന്നോട്ട് വീണ്ടും യാത്ര ചെയ്തു. കുറച്ചു ദൂരം കഴിഞ്ഞപ്പോൾ ഇതാ മറ്റൊരു യുവാവ് വരുന്നു. ആ യുവാവിനെ കണ്ടപ്പോൾ യേശുപിതാവ് ആ യുവാവിനോട് ചോദിച്ചു, മോനെ, ജെറുസലേമിലേക്കുള്ള വഴി ഒന്ന് പറഞ്ഞു തരാമോ എന്ന്. അപ്പോൾ അവൻ പറഞ്ഞു, അതിനെന്താ അപ്പച്ച, ഞാൻ പറഞ്ഞു തരാം, ഇതാ ഇതിലെ എൻ്റെ കൂടെ വാ എന്നും പറഞ്ഞ് ആ യുവാവ് യേശുപിതാവിനെയും മാതാവിനെയും തൻ്റെ കൂടത്തി കൂട്ടി കുറച്ചു ദൂരെ യാത്ര ചെയ്ത് ശരിയായ റൈറ്റ് വഴിയിലെത്തിയപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇനി ഇതിലെ അങ്ങ് പോയാൽ മതി, നേരെ ഒറ്റ വഴിയുള്ളൂ, അങ്ങ് പോയാൽ മതി, ജെറുസലേമിലെത്തുമെന്ന് പറഞ്ഞ് സ്നേഹത്തോടെ ബഹുമാനത്തോടു കൂടി ആ മാതാപിതാക്കൾക്ക് വഴിയൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് ഈ യുവാവ് തിരിച്ചുപോയി. ഇതൊക്കെ കണ്ടും കേട്ടും പരിശുദ്ധി അമ്മ യേശുപിതാവിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ പരിശുദ്ധി അമ്മ ഈ സംഭവങ്ങളൊക്കെ ഈശോയെ കണ്ടുമുട്ടി കഴിഞ്ഞപ്പോൾ പറഞ്ഞു, ഇങ്ങനെയൊക്കെ സംഭവങ്ങളുണ്ടായി, നിങ്ങൾ ഒത്തിരി കഷ്ടപ്പെട്ടാണ് മോനെ അന്വേഷിച്ച് ഇവിടെ എത്തിയതെന്ന്. അപ്പം മാതാവ് ഈശോയോട് ചോദിച്ചു, ഈ രണ്ട് യുവാക്കളിൽ ഇവർക്ക് എന്ത് സമ്മാനമാണ് മോന് അവർക്ക് കൊടുക്കുന്നതെന്ന്. ഒരാൾ അപ്പനോട് ധിക്കാരം കാണിച്ചു, ദേഷ്യപ്പെട്ടു, മറ്റേയാൾ സ്നേഹത്തോടു കൂടി പെരുമാറി. മോന് ഈ രണ്ട് യുവാക്കൾക്ക് എന്തെങ്കിലും ഒരു സമ്മാനം അവർക്ക് കൊടുക്കണം. എന്ത് സമ്മാനമാണ് മോൻ കൊടുക്കാൻ ആഗ്രഹിക്കുന്നതെന്ന് മാതാവ് ഈശോയോട് ചോദിക്കുകയാണ്. അപ്പോൾ ഈശോ പറഞ്ഞു, അമ്മേ, രണ്ടാമത്തെ ആൾക്ക് നല്ല ദേഷ്യവും കോപവും എടുത്തുചാട്ടവും ഒക്കെയുള്ള ഒരു യുവതിയെ ഞാൻ ഭാര്യയായി കൊടുക്കും. ആദ്യത്തെ യുവാവിന് ശാന്തതയും സ്നേഹവും വിശ്വാസവും പ്രാർത്ഥനയൊക്കെയുള്ള ഒരു യുവതിയെ ജീവിത പങ്കാളിയായിട്ട് ഞാൻ കൊടുക്കും. അപ്പം മാതാവിന് സങ്കടം വന്നു. മാതാവ് ചോദിച്ചു, നീ എന്താ ഇങ്ങനെ പറയുന്നത്? ആദ്യത്തെ യുവാവിനല്ലേ നീ മോശമായ സമ്മാനം കൊടുക്കേണ്ടത്? പിന്നെ നീ എന്താ നല്ല രണ്ടാമത്തെ യുവാവല്ലേ നമ്മളെ സഹായിച്ചത്? അതിന് നല്ലത് കൊടുക്കുന്നതിന് പകരം നീ എന്താ അതിന് ആ മകന് മോശമായ യുവതിയെ കൊടുക്കുന്നതെന്ന്. അപ്പോൾ ഈശോ പറയുകയാണ്, അമ്മേ, ആദ്യത്തെ യുവാവിൻ്റെ ദേഷ്യവും കോപവും ഒക്കെ മാറ്റണമെങ്കിൽ ശാന്തതയും വിനയവും പ്രാർത്ഥനയും ക്ഷമയൊക്കെയുള്ള ഒരു യുവതിയെ കൊടുക്കുകയാണെങ്കിൽ അവളുടെ പ്രാർത്ഥന വഴി, അവളുടെ ക്ഷമ വഴി, അവളുടെ സ്നേഹം വഴി ഈ യുവാവിനെ വിശുദ്ധീകരിച്ച് അവൾ എടുത്തുകൊള്ളും. എന്നാൽ രണ്ടാമത്തെ യുവാവിന് ദേഷ്യവും എടുത്തുചാട്ടവും ക്ഷമയൊന്നുമില്ലാത്ത ഒരു യുവതിയെ കൊടുക്കുകയാണെങ്കിൽ അവളുടെ സ്വഭാവത്തെ ഈ മകൻ ശാന്തതയോടുകൂടി, സ്നേഹത്തോടുകൂടി, സൗമ്യതയോടുകൂടി കൈകാര്യം ചെയ്ത് അവളെ വിശുദ്ധീകരിച്ച് അവളെ നല്ലൊരു ഭാര്യയാക്കി മാറ്റുവാനായിട്ട് ഈ യുവാവിന് സാധിക്കുമെന്ന്. പ്രിയപ്പെട്ടവരെ, ഇതിൽ കൂടി വലിയൊരു സത്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഓരോ കുടുംബജീവിതവും
ദൈവം സൃഷ്ടിക്കുമ്പോൾ ദൈവത്തിൻ്റെ മനസ്സിലുള്ള പ്ലാനും പദ്ധതിയും ഇതാണ്. ഒരു ജീവിത പങ്കാളിയുടെ ബലഹീനതകളും കുറവുകളും കൊണ്ട് ദൈവം ആഗ്രഹിക്കുന്നത് മറ്റേയാളുടെ വിശുദ്ധീകരണവും പരിശുദ്ധിയും ആ കുടുംബത്തിൻ്റെ പൗത്രികതയും കാത്തു സൂക്ഷിക്കാനാണ്. അതുകൊണ്ടാണ് പൗലോസ്ലിഹ കൊരിന്തോസുകാർക്ക് എഴുതിയ 1 ലേഖനം 7 അധ്യായം 14 വാക്യത്തിൽ ഇപ്രകാരം പറയുന്നത്: അവിശ്വാസിയായ ഭർത്താവ് മുഖേന ഭാര്യയും അവിശ്വാസിയായ ഭാര്യ മുഖേന ഭർത്താവും മാനസാന്തരപ്പെടേണ്ടിയിരിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ മക്കൾ അശുദ്ധരായി തീരുമെന്ന്. ഇനി ചില കുടുംബങ്ങളിൽ നമുക്കറിയാം, ചില മാതാപിതാക്കളുടെ സ്വഭാവം കൊണ്ടും ദുശീലങ്ങൾ കൊണ്ടും തകർച്ചകൾ കൊണ്ടും കുടുംബ ബന്ധങ്ങളുടെ വേർപെടൽ കൊണ്ടൊക്കെ സഹനം അനുഭവിക്കുന്നത് ഒന്നും അറിയാത്ത, ഒരു തെറ്റും ചെയ്യാത്ത പിഞ്ചു കുഞ്ഞുങ്ങളാണ്. ഇന്ന് കുടുംബജീവിതത്തിൽ വലിയ ലാഘവത്തോടുകൂടി എളുപ്പമായിട്ട് ഡിവോഴ്സ് നടത്താൻ എല്ലാവരും തിരക്ക് കൂട്ടും. എന്നാൽ മനസ്സിലാക്കണം, അവരുടെ ഇടയിൽ അവർക്ക് ജനിച്ച കുഞ്ഞുങ്ങൾ ഈ മാതാപിതാക്കളുടെ ഡിവോഴ്സിന് ശേഷം അവരനുഭവിക്കുന്ന സഹനങ്ങൾ, വേദനകൾ, സമൂഹത്തിൻ്റെ മുമ്പിൽ അവർ ഒറ്റപ്പെടുന്നത് അവരുടെ സ്നേഹത്തിൻ്റെ കുറവുകൾ, പോരായ്മകൾ കൊണ്ട്, അവരുടെ സ്വഭാവ വൈകല്യങ്ങൾ, അവരുടെ സഹനങ്ങൾ മാതാപിതാക്കളായ പലരും മനസ്സിലാക്കാത്തതുകൊണ്ടാണ് വിവാഹബന്ധം വെറും ഈസിയായിട്ട് കണ്ടുകൊണ്ട് വിവാഹബന്ധത്തിന് പെട്ടെന്ന് തീരുമാനമെടുത്തുകൊണ്ട് ഡിവോഴ്സിലേക്ക് എല്ലാവരും ഒരുങ്ങുന്നത്. എന്നാൽ പ്രിയപ്പെട്ട മാതാപിതാക്കളെ, നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങൾക്ക് മറ്റൊരു ജീവിത പങ്കാളിയെ അല്ലെങ്കിൽ മറ്റൊരു സെക്കൻഡ് വൈഫിനെ, ഹസ്ബൻഡിനെ നിങ്ങൾക്ക് ലഭിക്കും. എന്നാൽ കുഞ്ഞുങ്ങൾക്ക് നഷ്ടപ്പെടുന്നത് ജീവിതത്തിൽ ഒരിക്കലും അവർക്ക് അവരുടെ അപ്പനെയും അമ്മയെയും ഒന്നിച്ച് സ്നേഹിക്കാനായിട്ട് അവർക്ക് സാധിക്കാതെ വരികയാണ്. ഇന്ന് പല കുഞ്ഞുങ്ങളും വഴിതെറ്റിപ്പോകുന്നുണ്ടെങ്കിൽ, പല കുഞ്ഞുങ്ങളും മുറിവേൽക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണം മാതാപിതാക്കളുടെ തെറ്റായ ജീവിത ബന്ധത്തിൽ കൂടിയാണ്. ഇന്ന് എന്തുകൊണ്ടാണ് ഒരു നിസ്സാര കാര്യങ്ങൾക്ക് വിവാഹബന്ധത്തിലേക്കും അല്ലെങ്കിൽ മുന്നോട്ട് അവർക്ക് ജീവിക്കാനായിട്ട് സാധിക്കാതെ അവർ തളർന്നു പോകാനുള്ള കാരണം? വിശുദ്ധ കുർബാനയിൽ നിന്ന് ശക്തി സ്വീകരിക്കാതെയും ജപമാല പ്രാർത്ഥനയെ ഉപേക്ഷിച്ചുകൊണ്ട് കുടുംബജീവിതത്തിൽ തിരക്കുകളിലും ജോലികളിലും പെട്ട് പ്രാർത്ഥനാ ജീവിതം ഉപേക്ഷിച്ച്, വിശ്വാസ ജീവിതം ഉപേക്ഷിച്ച് കുടുംബജീവിതം പൗത്രീകരിക്കാമെന്നോ കുടുംബജീവിതത്തിൽ നന്നായി ജീവിക്കാമെന്നോ ആരും കരുതരുത്. ഏതു കുടുംബമായാലും ആ കുടുംബത്തിൻ്റെ രഹസ്യം, ആ കുടുംബത്തിൻ്റെ വിശുദ്ധീകരണം അവിടെ നടക്കണമെങ്കിൽ, അത് നടക്കുമ്പോൾ അത് വേണ്ട രീതിയിൽ സന്തോഷത്തോടു കൂടി സ്വീകരിക്കുവാനായിട്ട് സാധിക്കണമെങ്കിൽ ഒറ്റ കാര്യം ചെയ്താൽ മതി: ദൈവത്തിൽ ആശ്രയിക്കുക. ദൈവം യോജിപ്പിച്ചതാണെങ്കിൽ അതിനെ വേർപെടുത്തുവാൻ ഈ ലോകത്ത് ഒരു മനുഷ്യ വ്യക്തിക്കും സാധിക്കത്തില്ല എന്ന് തീരുമാനമെടുത്തുകൊണ്ട് ദൈവത്തിൽ ആശ്രയിച്ച്, വിശുദ്ധ കുർബാനയുടെ ശക്തി സ്വീകരിച്ച്, ദൈവവചനത്തിൻ്റെ ശക്തി സ്വീകരിച്ച്, ജപമാല പ്രാർത്ഥന സ്വീകരിച്ച് നിങ്ങൾ കുടുംബജീവിതം നയിക്കുകയാണെങ്കിൽ ഒരു വ്യക്തിക്കും ഒരു കുടുംബജീവിതത്തെയും തകർക്കുവാനായിട്ട് സാധിക്കുകയില്ല. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ തീരുമാനമെടുക്കണം. കുടുംബജീവിതം നയിക്കുന്ന ഓരോ മാതാപിതാക്കളും തങ്ങളുടെ ജീവിതത്തിലെ ബലഹീനതകൾ, കുറവുകൾ, പോരായ്മകൾ അത് പരസ്പരം സഹിച്ചും ക്ഷമിച്ചും സ്നേഹിച്ചും കൈകാര്യം ചെയ്യാനായിട്ട് പഠിക്കണം. അതുപോലെ തന്നെ മാതാപിതാക്കളിൽ നിന്നുണ്ടാകുന്ന സഹനങ്ങളും വേദനകളും വിശ്വാസക്കുറവുകളും പരസ്പരമുള്ള കലഹങ്ങളൊക്കെ കാണുമ്പോൾ മക്കള് അവരെ ഉപേക്ഷിച്ച് തള്ളിക്കളയാതെ അവരെ സ്നേഹിക്കാനും ബഹുമാനിക്കാനും അവരുടെ കുറവുകളും പോരായ്മകളും പരിഹരിക്കുവാനും തയ്യാറാകണം. അങ്ങനെ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് അവരെ സ്നേഹിക്കുമ്പോൾ അവരെ വിശുദ്ധീകരിച്ചു എടുക്കുവാനായിട്ട് ഓരോ മക്കൾക്കും സാധിക്കും. ഇവിടെ നമ്മുടെ കുടുംബങ്ങളിൽ ഇന്ന് സമൂഹം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ കുടുംബത്തിലെ പ്രശ്നങ്ങളെയും തരണം ചെയ്യുവാനായിട്ട് സാധിക്കുന്നത് ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ തിരുഹിതം നിറവേറ്റി ജീവിക്കാൻ തയ്യാറാകണം. നമുക്കറിയാം, ഈശോയുടെ ജീവിതത്തിൽ, പരിശുദ്ധി അമ്മയുടെയും യേശുപിതാവിൻ്റെയും ജീവിതത്തിൽ എത്രമാത്രം സഹനത്തിൽ കൂടിയാണ് അവർ കടന്നുപോയത്. പക്ഷേ അവിടെയൊക്കെ അവർക്ക് ദൈവത്തിൻ്റെ അനുഗ്രഹവും ശക്തിയും ലഭിച്ചത് അവർ ദൈവപിതാവിൻ്റെ ഹിതമാണ് ഇതൊക്കെ ഞങ്ങൾ അനുഭവിക്കണമെന്നുള്ളത് എന്ന്.
ദൈവത്തിൻ്റെ പുത്രനായ യേശുവാണ് തൻ്റെ കൂടെയുള്ളത്. യേശുവിന് വേണ്ടിയിട്ടാണ് ഈ സഹനങ്ങളൊക്കെ അവർ സഹിച്ചത്. അതുപോലെ നമ്മളും കുടുംബജീവിതത്തിൽ പരസ്പരം ഈശോ എന്നെ ഏൽപ്പിച്ച ദൗത്യമാണ്, ഇതാ എൻ്റെ ശരീരമാണ്, ഇതെൻ്റെ രക്തമാണെന്ന് പറഞ്ഞ് ഈശോ തൻ്റെ ശരീരരക്തങ്ങൾ മുറിച്ചു വിളമ്പി തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തതുപോലെ ഓരോ മാതാവും പിതാവും തൻ്റെ ശരീരവും രക്തവും തൻ്റെ സഹനങ്ങളും വേദനകളും അവസാന തുള്ളി രക്തം പോലും ജീവിത പങ്കാളിക്ക് വേണ്ടി, മക്കൾക്ക് വേണ്ടി മുറിച്ചു കൊടുക്കുവാൻ തയ്യാറാകുകയാണെങ്കിൽ അവിടെ കുടുംബത്തിൽ സന്തോഷം അനുഭവിക്കാൻ സാധിക്കും. ഈശോ തന്നെ അന്ത്യ അത്താഴ സമയത്ത് തൻ്റെ മേലങ്കി അഴിച്ചു മാറ്റി എളിമയുടെയും സ്നേഹത്തിൻ്റെയും വിശുദ്ധീകരണത്തിൻ്റെയും മാതൃക കാണിച്ചുകൊണ്ട് തൻ്റെ ശിഷ്യന്മാരുടെ പാദം കഴുകാൻ തയ്യാറായി. ഇതുപോലെ ഓരോ അമ്മമാരും ഓരോ അപ്പന്മാരും തങ്ങളുടെ തെറ്റുകളും കുറ്റങ്ങളും എവിടെയെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ ജീവിത പങ്കാളിയുടെ കാല് കഴുകാൻ, ഒന്ന് ക്ഷമ ചോദിക്കുവാൻ തയ്യാറായാൽ ഇന്ന് പല കുടുംബ ബന്ധങ്ങളും തകരുകയില്ലായിരുന്നു. ഇന്ന് പല മക്കൾക്കും തങ്ങളുടെ അമ്മമാരും അപ്പന്മാരും നഷ്ടപ്പെടുകയില്ലായിരുന്നു. ഈശോ നമുക്ക് കാണിച്ചു തന്ന ആ പാഠം, ഒന്ന് പരസ്പരം ക്ഷമ ചോദിക്കാൻ. തെറ്റ് ചെയ്തവർക്കൊരിക്കലും ക്ഷമ ചോദിക്കാൻ പറ്റത്തില്ല. ഈശോയുടെ ശിഷ്യന്മാര് തങ്ങളിൽ ആരാണ് വലുതെന്ന് കരുതിക്കൊണ്ട് പരസ്പരം ഒന്നാമനാരാണെന്ന് ചോദിച്ചുകൊണ്ട് വഴക്കിട്ട് ഭിന്നിച്ചുകൊണ്ടാണ് അവർ അന്ന് ദിവസം അന്ത്യത്താഴത്തിനായിട്ടിരുന്നത്. അത് ഈശോയ്ക്കറിയാം. ഇന്ന് പല കുടുംബങ്ങളിലും ഞാൻ ഭർത്താവാണ്, ഞാൻ ഭാര്യയാണ്, ഭർത്താവാണ് തെറ്റ് ചെയ്തത്, ഭാര്യയാണ് തെറ്റ് ചെയ്തതെന്ന് പറഞ്ഞ് പരസ്പരം പഴി പറഞ്ഞുകൊണ്ട്, പരസ്പരം മത്സരിച്ചുകൊണ്ട്, പരസ്പരം ഒന്നാമനാകാൻ ഞാൻ ഭർത്താവായതുകൊണ്ട് അവളാണ് എന്നോട് ക്ഷമ ചോദിക്കേണ്ടത്, അല്ലെങ്കിൽ അവനാണ് തെറ്റ് ചെയ്തത്, അദ്ദേഹമാണ് എന്നോട് ക്ഷമ ചോദിക്കേണ്ടതെന്നും പറഞ്ഞ് പരസ്പരം ഭിന്നിച്ചും കലഹിച്ചും തകർന്നു പോകുന്ന കുടുംബ ബന്ധങ്ങൾ മനസ്സിലാക്കുക. ഈശോ നമുക്ക് കാണിച്ചു തന്ന ക്ഷമയുടെ എളിമയുടെ ശുശ്രൂഷ, പരസ്പരം ജീവിത പങ്കാളിയുടെ ആരെങ്കിലും ഒരാൾ തെറ്റ് ചെയ്താൽ മറ്റേയാൾ തെറ്റ് ചെയ്യാത്തയാളാണ് ക്ഷമ ചോദിക്കേണ്ടത്. ഈശോ നമ്മെ പഠിപ്പിച്ചു തന്നതും അതാണ്. നമുക്ക് കണ്ണുകളടച്ച് കരങ്ങൾ കൂപ്പി നമുക്ക് പ്രാർത്ഥിക്കാം. കുടുംബജീവിതത്തിൽ വന്നുപോയ തെറ്റുകളും കുറ്റങ്ങളും കുറവുകളും പരസ്പരം മനസ്സിലാക്കി സ്നേഹിച്ച് ക്ഷമിച്ച് ക്ഷമ കൊടുത്ത് ജീവിക്കുവാൻ പരിശുദ്ധ അമ്മേ മാതാവേ, ഈശോയുടെ ക്ഷമിക്കുന്ന സ്നേഹം ഞങ്ങളുടെ ജീവിതത്തിൽ അന്വർത്ഥമാക്കുവാൻ അമ്മ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദൃഢ്യം ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമ്മേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.